പരിപൂർണമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു. അതിന്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു. അതെന്തിനാ ധൈര്യം? അത് നടക്കേണ്ടതല്ലേ? അത് ഭയപ്പെടുന്നുണ്ടെങ്കിലല്ല അതിന് ധൈര്യത്തിന്റെ ആവശ്യമുള്ളൂ. ഒരിക്കലും ധൈര്യം. കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം. ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. അല്ലാതെ പുകമറ സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം കെടുത്തുകയല്ല വേണ്ടത്. ആരാണ് കുറ്റവാളി? അയാൾ പുറത്തു വരട്ടെ. ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടിക്കഴിച്ച ഒരു മനുഷ്യനാണ്. ഞാനിത് പറയുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ വന്നാലും എനിക്കൊരു ചുക്കും ഇല്ല എന്നുള്ളതാണ്. ബിക്കോസ് എനിക്കൊന്നും ലൂസ് ചെയ്യാനില്ല. അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ കലർത്തി അയാൾ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് വൈരുദ്ധ്യ ആഹാരങ്ങൾ, അങ്ങനെ എന്തോ ഒരു വാക്ക്, അങ്ങനത്തെ ഉള്ള ആഹാരങ്ങളാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയ ഒരാളാണ്. നോൺസെൻസും അതിനൊക്കെ അപ്പുറത്ത് എനിക്ക് ചിരി വന്നൊരു റെസ്പോൺസാണ്. അയാൾ പറഞ്ഞത് പിന്നെ ആ കുട്ടിയെ എനിക്കറിയാം, ആ കുട്ടിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു, പക്ഷേ സംവെയർ ലൈക്ക് ലിറ്ററലി ഞാൻ പറയുന്നില്ല ഇങ്ങനെയാണെന്നുള്ളത്, ബട്ട് സംവെയർ അങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നു. കുട്ടിയുടെ ഡ്രസ്സിങ് ശരിയല്ലായിരുന്നു, അതുകൊണ്ട് ആ ഡ്രസ്സ് നല്ല ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ട് ആ ഡ്രസ്സ് ഒന്ന് നേരെ ഇടൂ എന്നാണ് ഞാൻ പറഞ്ഞതെന്നുള്ളൊരു ഡിസാസ്ട്രസ് കമന്റാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ അവസാനം നമ്മളെ സിദ്ദീഖിന്റെ ചീട്ടും കീറി. കാരണം നമ്മളെ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ നമ്മളെ സിദ്ദീഖ് വെള്ളിയിട്ട് വന്നിട്ട് എത്ര വിനയത്തോടു കൂടിയാണ് ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളോ ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ അല്ലെങ്കിൽ അവിടെ ഇവിടെ എവിടെയെങ്കിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും നമ്മളെ സിനിമയിലുള്ള എല്ലാവരെയും ഒരുപോലെ കുറ്റപ്പെടുത്തി പറയരുത്. അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു സംഘടനയിൽ അമ്മ സംഘടനയിൽ എന്താണ് ഇങ്ങനെ മാഫിയ ഇല്ല, 15 സംഘമില്ല, ഇതുപോലുള്ള എന്താണ് സിനിമാ നടികൾക്കെതിരെയുള്ള ഈ അതായത് സിനിമാ നടികൾ പറഞ്ഞ ആരോപണങ്ങളൊന്നും ഇതുവരെ നടന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര വിനയത്തോടു കൂടിയാണ് ഇന്നലെ ആ വാർത്താ സമ്മേളനത്തിൽ സിദ്ദീഖ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും സിദ്ദീഖിൻ്റെ ചീട്ടും കീറി. ഇപ്പോൾ സിദ്ദീഖ് എന്താണ് ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു എന്നാണ് പറയുന്നത്. ഇന്നലെ ആ വാർത്താ സമ്മേളനത്തിൽ ആ സിദ്ദീഖിൻ്റെ എളിമ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിക്കോണു. കാരണം എത്രത്തോളം വിനയത്തോടു കൂടിയാണ് ഇരുന്നിട്ടാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചിരുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായി നമ്മളെ ഈ സിദ്ദീഖ് ആ വെള്ളിയിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ എത്ര സോഫ്റ്റായിട്ടാണ് സംസാരിച്ചിരുന്നത്. ആ എളിമ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് എവിടേക്ക് എത്താൻ പോകണമെന്ന്. അങ്ങനെ നമ്മളെ സിദ്ദീഖിൻ്റെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു കുറച്ച് കുൽസിത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സിനിമാ നടി, അതായത് രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു നടി എന്ത് ചെയ്തു ഇപ്പം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞേക്കണം. സിദ്ദീഖിനെതിരായിട്ട് വന്ന സിനിമാ നടി രേവതി സമ്പത്ത് എന്ന് പറയുന്ന ആ നടി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രത്തോളം അത് കഷ്ടപ്പെട്ടിക്കണു എന്നുള്ളത് അതിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. കാരണം ഈ ഒരു സിനിമാ ഫീൽഡിലൊന്ന് പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ അതിലൊന്ന് മുന്നേറി മുമ്പോട്ട് പോകാനൊക്കെ ഇങ്ങനെയുള്ള കുറേ നായ്ക്കാട്ടങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇനി ഈ പബ്ലിക്കിൻ്റെ മുമ്പേക്ക് വരാൻ. ഇങ്ങനെ ഓരോന്നായിട്ട് വരും. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ സിനിമാ നടികൾക്കൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിലും അല്ലെങ്കിൽ ഒന്ന് കുറച്ച് കാലങ്ങൾ മുമ്പോട്ട് ആ സിനിമാ ഫീൽഡിൽ നിൽക്കണമെങ്കിലൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താലുള്ളൂ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സിനിമാ നടി രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ സിനിമാ നടി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്താണ് നില തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു, സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ. അപ്പം അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിന്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത്. ഇത് സംഭവിക്കുന്നത് 20-21 വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ, എല്ലാരെയും വിളിക്കുന്ന പോലെ മോളെ, ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരിടത്തും നമ്മൾ ബാക്ക് ഓഫ് ദ വീട്ടിൽ നമ്മൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അവിടെ പോയപ്പോഴാണ് ഇദ്ദേഹം എന്നോട് ആ ഡിസ്കഷന്റെ കാര്യത്തിന് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു അപ്രോച്ച് ആയിട്ടാണ് നമ്മൾ പോകുന്നത്, ഇതാണ് സംഭവം എന്ന് പറഞ്ഞത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ ഒരു മൂവി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതൊരു കള്ളമാണ് എന്നുള്ളതാണ് ഒരു അഡൽട്ട് ആയതിനു ശേഷമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് എ ട്രാപ്പ്. ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. അയാള് ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ്. അദ്ദേഹത്തിന്റെ സർട്ടൻ സ്റ്റേറ്റ്മെന്റ്സുകൾ ലൈക്ക്
എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലീക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. ടു ബി വെരി ഫ്രാങ്ക്, ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതുപോലുള്ള വാക്കുകൾ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇത് എങ്ങനെയാണ് കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താണ് റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. എന്റെ സമ്മതമില്ലാതെ എന്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ. ഇന്ന് കാണുന്ന ഇവര് മുഖം എന്ന് പറയുന്നത് അട്ടർ നോൺസെൻസ് ആയിട്ടുള്ള ഒരു മുഖമാണ് അയാൾക്കുള്ളത്. അയാൾ ക്രിമിനലിസം അല്ലേ ഇത് എന്നൊക്കെ പറയുമ്പോഴും അയാൾ നമ്പർ 1 ക്രിമിനലാണ്. ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. കാര്യം ഞാൻ മുട്ടിയ ഒരു ഡോറുകളും എനിക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിസും തന്നിട്ടില്ല. ബീറ്റ് എനി വൺ, ബീറ്റ് എനി സിസ്റ്റം, ബീറ്റ് എനിത്തിങ്. എനിക്ക് ഒരിടത്തുനിന്ന് പോലും എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. കേട്ടില്ലേ? ഇങ്ങനെ ഒരു വലിയൊരു ഗുരുതര ആരോപണങ്ങളുമായിട്ട് തന്നെയാണ് നമ്മൾ ആ സിനിമാ നടി വന്നിക്കുന്നത്. ഇനി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സിദ്ദീഖിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്. കാരണം ഇപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇപ്പോൾ രാജിവെച്ചു എന്നാണ് ഇപ്പോൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കുറ്റം ആരോപിക്കപ്പെട്ട നടന്മാരൊക്കെ പേരുകളൊക്കെ എന്ത് ചെയ്യണം, പുറത്തേക്ക് വരണം. പുറത്ത് പബ്ലിക്കിൻ്റെ മുമ്പിലോട്ട് വന്നിട്ട് അത് കേസുമായിട്ട് അവർ മുമ്പോട്ട് പോകണം. അവരെ എങ്ങനെയാണോ അവരെ ശിക്ഷിക്കാൻ പറ്റണോ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, അവരെ ശിക്ഷിക്കണം. അല്ലാതെ അവരെ ഒളിച്ചിരുത്തി അല്ലെങ്കിൽ ഒളിപ്പിച്ചിരുത്തിയിട്ട് അവരെ പേരുകളൊന്നും പുറത്തേക്ക് വരാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇനി ഇതുപോലെ തന്നെ ഒരുപാട് നടന്മാർ വരും. ഇപ്പോൾ സിദ്ദീഖ് വന്നു, രഞ്ജിത്ത് വന്നു, ഇതിൻ്റെ ഇടയിൽ ഇടവേള ബാബു, അങ്ങനെ പല ആൾക്കാരും ഇപ്പോൾ നമ്മളെ റിയാസ് ഖാൻ്റെ പേര് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഒരുപാട് നടന്മാർ വരാനുണ്ട്. അതുപോലെ തന്നെ കുറേ നടന്മാർ ഒളിച്ചിരിക്കണമുണ്ട്. അവർക്കെതിരെ ഒന്നും ഇപ്പോൾ ഒരു നടിമാരൊന്നും വന്നിട്ടില്ല, ഇനി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ പേര് പറഞ്ഞവരും പിന്നെ അതേമാതിരി തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആ പ്രമുഖ നടന്മാരൊക്കെ പേര് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് എത്രത്തോളം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ശിക്ഷ വാങ്ങിക്കൊടുക്കണം അവർക്ക്. അല്ലാതെ എന്നും അവരൊരു പ്രമുഖന്മാരെമാതിരി ഈ സിനിമയുടെ മുമ്പിലും അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ മുമ്പിലും വലിയ നല്ല നടന്മാരെന്നും പറഞ്ഞിട്ടൊന്നും ചിത്രീകരിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ ഈ മുഖം ഈ സിനിമ സ്ക്രീനിൻ്റേതിലല്ലാതെ അതിൻ്റെ ബാക്കിലുള്ള പിന്നാമ്പുറ കാഴ്ചകളൊക്കെ നാട്ടുകാരും ജനങ്ങളൊക്കെ അറിയട്ടെ. കാരണം ഈ പ്രേക്ഷകരാണ് ഇവരൊക്കെ ഇങ്ങനെ ഇത്രയും വലിയ ഈ സിനിമാ നടന്മാരൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോയിക്കുന്നത്. പക്ഷെ അവരുടെ തനി നിറങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരണം. അതിനെന്ത് ചെയ്യണം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആ പ്രമുഖരുടെയൊക്കെ പേരുകളൊക്കെ പുറത്തേക്ക് വരണം.